1 ശമൂവേൽ 25:26. രക്തപാതകവും സ്വന്തം കൈയാൽ പ്രതികാരവും ചെയ്യാതെ വണ്ണം യഹോവ നിന്നെ തടുത്തിരിക്കുന്നു. നാബാൽ ഒരു മഹാധനികനായിരുന്ന മാവോന്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അബീഗയിൽ നല്ല വിവേകമുള്ളവളും സുന്ദരിയുമായിരുന്നു. എന്നാൽ നാബാൽ നിഷ്ഠൂരനും ദുഷ്കർമ്മിയും ആയിരുന്നുവെന്ന് വചനം പറയുന്നു. അവൻ കാലേബ് വംശക്കാരനായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. കാലേബിനെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. കാലേബ് ദൈവപ്രസാദമുള്ള സ്വഭാവമുള്ളവനും ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചു എന്നൊക്കെ സംഖ്യാപുസ്തകം 14:24 നാം വായിക്കുന്നു. ആ വംശത്തിൽ പിറന്നവനായിരുന്നു എങ്കിലും നാബാൽ നിഷ്ഠൂരനും ദുഷ്കർമ്മിയും ആയിരുന്നു. ദാവീദ് തൻ്റെ ആളുകളെ നാബാലിനടുത്ത് സഹായം അഭ്യർത്ഥിച്ചയച്ചു. എന്നാൽ നാബാൽ ദാവീദ് തൻ്റെ ആട്ടിടയന്മാരോട് ചെയ്ത നന്മയൊക്കെ മറന്ന് അവരുടെ അഭ്യർത്ഥനയെ നിരാകരിച്ചു. അത് കേട്ടപ്പോൾ ദാവീദ് തൻ്റെ ആളുകളുമായി നാബാലിനെ ആക്രമിക്കുവാൻ പോകുമ്പോൾ വിവരമറിഞ്ഞ അബീഗയിൽ വളരെ വിവേകത്തോടെ ദാവീദിനെ കാണുകയും ദാവീദിൻ്റെ കോപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്തു. അബീഗയിൽ ദാവീദിനോട് പറഞ്ഞതാണ്, ദൈവമാണ് ദാവീദിനെ പ്രതികാരം ചെയ്യാതെ തടുത്തത് എന്ന്. സങ്കീർത്തനം 94 പ്രതികാരം ദൈവത്തിൻ്റേതാണ് എന്ന് എഴുതിയിരിക്കുന്നു. റോമർ 12:19 പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ദൈവം ചെയ്യാനുള്ളത് തൻ്റെ ഹൃദയപ്രകാരമുള്ള പുരുഷൻ ചെയ്യാതെ ദൈവം തടുത്തു. നാം തെറ്റ് ചെയ്യാതെ ദൈവകോപത്തിൽ വീഴാതെ നമ്മെ നമ്മുടെ ദൈവം തടുക്കുന്നു. ഉൽപ്പത്തി 20 അബീമേലെക്ക് സാറായെ കൊണ്ടുപോകുവാൻ ഇടയായി എങ്കിലും അവളെ തൊടുവാൻ ദൈവം അദ്ദേഹത്തെ അനുവദിച്ചില്ല. ദൈവത്തോട് പാപം ചെയ്യാതിരിപ്പാൻ ദൈവം തന്നെ അത് തടുത്തു എന്ന് 20:6 നാം വായിക്കുന്നു. തടുക്കുന്ന ഒരു ദൈവം. നമ്മുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ വരാതെ, ആപത്തുകൾ വരാതെ, ദുഷ്ടൻ്റെ കൈകളിൽ വീഴാതെയൊക്കെ നമ്മെ തടുക്കുന്ന ഒരു ദൈവം. പലതിനെയും തടുത്തു നിർത്തി നമ്മെ വിടുവിക്കുന്ന ദൈവം. ദുഷ്ടൻ നമുക്കായി എന്തെല്ലാം പദ്ധതികൾ ഇട്ടിട്ടുണ്ടാകാം, എന്നാൽ ദൈവം അതിനെയെല്ലാം തടുത്തു, നമ്മെ ജയോത്സവമായി നടത്തി. നമുക്ക് ആത്മാവിൽ വേണ്ട വിവേകം നൽകി നമ്മെ എന്തിൽ നിന്നെല്ലാം തടുത്തു. നമ്മുടെ ബുദ്ധിമോശം മുഖാന്തരം നാം എന്തിലെല്ലാം ചെന്നുപെടാമായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് തടുത്തു നിർത്തി നമ്മെ വിടുവിച്ചു. നമുക്കതിനായി ദൈവത്തിന് നന്ദി പറയാം. അങ്ങനെയുള്ള ദൈവിക ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ നിത്യം ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഒരു തിന്മയിലേക്കും ഞങ്ങൾ കരം നീട്ടാതെ ഞങ്ങളെ തടുത്ത് കാക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.